ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്നാ പറയുന്നു? അപ്പോൾ ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കല്യാണ മീൻകറിയാണേ. നമ്മൾ ഈ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു മീൻകറി ഉണ്ടല്ലോ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് റെഡ് കളറുള്ള മീൻകറി. അതുപോലെ തന്നെയാണ് ഞാൻ ഈ മീൻകറി വെക്കുന്നത്. ഞാൻ ഈ ഫിഷ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഉലുവ മീനാണ് എടുത്തിരിക്കുന്നത്. കേറ്ററിംഗ് സ്റ്റൈലിൽ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നെയ്മീനോ കേരമീനോ ഒക്കെയാണ് ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എനിവേ പ്രിപ്പറേഷൻസ് കണ്ടാലോ. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുകും ഉലുവായും കൂടി ഇട്ട് പൊട്ടിക്കണേ. ഉലുവായും കടുകും പൊട്ടി വരുമ്പോഴത്തേന് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് മസാല തയ്യാറാക്കാമേ. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ടൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണേ, കട്ടയില്ലാതെ. ഉള്ളി ഇഞ്ചിയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ കൂട്ട് ഇതിലേക്ക് ചേർക്കാമേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കൂട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണേ, എണ്ണ തെളിയുന്നിടം വരെ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ കൂട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഫിഷ് കറിക്ക് നല്ല റെഡ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മാത്രമേ കുടംപുളി ചേർക്കാവൂ, അതായത് വെള്ളം ചേർത്തതിന് ശേഷം. ഇല്ല, ആദ്യമേ നിങ്ങൾ കുടംപുളി ചേർക്കുവാണെങ്കിൽ ഈ ഫിഷ് കറിയൊക്കെ ഉണ്ടല്ലോ ഒരു ബ്ലാക്ക് കളറായി പോകും കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം കുടംപുളി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാവേ. ഈ കൂട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാവേ. ഫിഷ് ഇട്ടതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാമേ. കറിവേപ്പില ഉള്ളവർ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ കല്യാണ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ഔട്ട് ചെയ്യണേ. ഫിഷ് കറി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കൂട്ടേണ്ടത്, അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ.